നമസ്കാരം, എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഫിലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരെയും സഹകരണം പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. ഹലോ, നമസ്കാരം. സുഖല്ലേ? അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാസിലേക്ക് 25 വർഷമാകുന്ന ആഘോഷവും ടീച്ചർ ലോഞ്ചും എനിക്ക് ഈ സിനിമകളെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് കുറേ സമയം എനിക്ക് ചേട്ടനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ആശീർവാദ് സിനിമാസിന് തുടർന്നുള്ള കുറേ കാര്യങ്ങൾ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ 25ാം വർഷം സന്തോഷം. മ്യൂസിക്കിൽ ഭാഗമാകാൻ സാധിച്ചു, ഭാഗമാകാൻ സാധിക്കുന്നു. കൂടുതലും സന്തോഷം. അപ്പം ഇതിനൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷം. ബാക്കി താങ്ക് യു. ഹലോ, ഹായ്. ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറിക്ക് എല്ലാവരും ആശംസിക്കുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻസിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിലും എനിക്ക് ക്ഷണിച്ചു. താങ്ക് യു. എമ്പുരാൻ യെസ്, എനിക്കൊന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ഒരു റോൾ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാൻ്റെ. തീർച്ചയായിട്ടും തിയേറ്ററിൽ വരുന്നത് കാണും. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഇത് രാജോങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമരപ്പർ അഞ്ജനി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അൻസിബ, ഹായ്. അൻസിബ മെയിലല്ലോ. മൈക്കിൻ്റെ അടുത്ത് എല്ലാം ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്, അവരോട് എക്സൈറ്റഡ് ആണ്. അതുപോലെ ഒരു ലാലേട്ടൻ ആണെന്നുണ്ടെങ്കിലും ലാലേട്ടനും പൃഥ്വിരാജും ആശീർവാദും അനിയന്ത്രകളും അതുപോലെ എല്ലാ കമ്മ്യൂണിറ്റിയും സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് ആക്ഷൻ അടുത്ത സംഭവം നമ്മളെല്ലാം വന്നിട്ടുള്ള ആശീർവാദം 25 ഇയേഴ്സിനാണ്. ആന്റി ചേട്ടനും ലാസ്റ്റേട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവർക്ക് ഓൾ ദ ബെസ്റ്റ്. നമ്മളിങ്ങനെ ഈ സ്റ്റേജിൽ എല്ലാം ഈ ഫങ്ഷൻസ് നോക്കി നിൽക്കുകയാണ്. താങ്ക് യു. ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം മുതൽ ഉള്ള കൂടെ ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ വളരെയധികം സംസാരിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആശീർവാദ് സിനിമാസിൻ്റെ ഒരു വലിയ ഒരു കാര്യമാണ് 25 വർഷം മലയാള സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന എമ്പുരാൻ ഉൾപ്പെടെയുള്ള വലിയ സിനിമകൾ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമ നിർമ്മിക്കുവാൻ ആശീർവാദ് സിനിമാസിൽ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ആശീർവാദ് സിനിമാസിൽ കഴിക്കുന്നു.
ഹലോ, നമ്മുടെ ടീച്ചർ ലോഞ്ചാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു അധികം ഒന്നും സംസാരിക്കുന്നില്ല. വിഷസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് കാണാൻ. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക് തന്നെ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ ജോലിൻ്റെ ഈ ടീച്ചറുകളുടെയും പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. ഇതൊരു ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് മെഗാ ഹിറ്റാണ്. എക്കാലത്തെയും ലാസാറിൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല നമസ്കാരം. ഞാൻ സജിത് നന്ദിയാട്ട്, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി. ആശീർവാദ് ഫിലിംസിന്റെ 25ാമത് വാർഷികമാണ്. അതോടൊപ്പം തന്നെ എമ്പുരാന്റെ ടീസറും ഇവിടെ അനാശനം ചെയ്യുന്ന അവസരത്തിലാണ്. ആശീർവാദം തൊട്ടതെല്ലാം കൊല്ലാക്കിയ ഒരു ഭാഗമാണ്. മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ഒരു ബാനറാണ് ആശീർവാദം. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതൊരു നിയോഗമാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ചു, തൊട്ടതൊക്കെ പൊന്നാക്കി. ഇന്ത്യൻ സിനിമാ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എമ്പുരാൻ എന്ന ചിത്രം. ബഡ്ജറ്റ് കൊണ്ടും മറ്റ് ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ടും എമ്പുരാൻ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ ഒരു മാറ്റങ്ങളും വഴികാട്ടിയുമാകുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. രണ്ട് കാലഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇന്ത്യൻ സിനിമ. എമ്പുരാൻ മലയാള സിനിമ പ്രത്യേകിച്ചും എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക്, ഒരു എറായിലേക്ക് മലയാള സിനിമ കടന്നു പോകും. മലയാള സിനിമയുടെ സൗഭാഗ്യമായ ഐശ്വര്യമായ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ ആശീർവാദിന്റെയും ശ്രീ ലാലേട്ടന്റെ എല്ലാ കയ്യപ്പോടും കൂടിയ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാളുകളിൽ ദീർഘായുസ് കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഇവരുടെ ബാനറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ എന്ന സിനിമ ലോകത്തിന്, മലയാളത്തിന്, ലോക സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് ദിശാബോധം നൽകിയ മലയാള സിനിമ നിങ്ങൾക്കറിയാം. ലോകത്ത് ഏറ്റവും അധികം പ്രാദേശിക ഭാഷയിൽ എടുക്കപ്പെടുന്ന സിനിമ എണ്ണം കൊണ്ട് മലയാള സിനിമയാണ്. അപ്പം ആ മലയാള സിനിമയിൽ മറ്റൊരു മാറ്റത്തിന് എമ്പുരാൻ വഴിയൊരുക്കും എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആന്റണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം, ആന്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു ഹിമാലയക്കല്ലാകുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ആന്റണിക്ക് ഇനിയും ഒരുപാട് നല്ല ശ്രമങ്ങൾ നിർമ്മിക്കുവാനും ആന്റണിയുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നു എന്നുള്ളത് ഭയങ്കര അതിശയകരമായ ഒരു അനുഭവം. കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതിയിലായിരുന്നു. മഞ്ജുലാസിന്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററുകളായിരുന്നു. ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് വിശേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദം. ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടെ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്.
നിങ്ങൾക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടും. അപ്പോൾ 25-ാം വർഷത്തിലെ എൻ്റെ ഒരു സന്തോഷം, ആശീർവാദന്റെ 25-ാം വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ കാച്ചു അത്ഭുതപ്പെടുന്ന സിനിമയും. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യന്റെ കഥയാണ്. അനൂപ് സത്യൻ എൻ്റെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം. അപ്പോൾ ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയുമ്പോൾ എല്ലാ ആശംസകളും നമുക്ക് ആശീർവാദ് സിനിമാസം ഒപ്പാസുകളിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭം. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളാണ്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ അത് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേ ഒരു കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാന്റെ ട്രെയിലർ റിലീസ് നിങ്ങളപ്പോൾ ആശീർവാദ് സിനിമാസിന്റെ 25-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം പേഴ്സണലി ഇരിക്കുന്നത്. 2 സിനിമകൾ ആശീർവാദം ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുക. ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിൽ നൽകാൻ സാധിക്കട്ടെ. ഒപ്പം എമ്പുരാന് എല്ലാവരും ആശംസകളും ഏറ്റവും ഇന്ത്യയിലെ എല്ലാ ഗ്രീറ്റിംഗ്സും. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദിന്റെ ഇവന്റിനെ വരാൻ കഴിഞ്ഞതിൽ. എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ 2 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 25-ാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് ടീമിന്, പ്രൊഡക്ഷന് എല്ലാവരുടെ ആശംസകളും. ഇനിയും ഞങ്ങളൊക്കെ വെച്ചൊത്തിരി പണങ്ങൾ ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അനുസരിക്കാവുന്ന പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഞാനും ആശീർവാദിന്റെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള 3 സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ 25-ാം വാർഷികത്തോട് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമാകാൻ ഇവിടെ വരാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു. അനുസരി പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെ എമ്പുരാൻ്റെ ഇന്ന് ടീസർ റിലീസാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടി സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റാണ്. എന്താ വെച്ചാൽ ആശീർവാദിൻ്റെ ആദ്യ സിനിമയായ നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വളർന്നില്ല. കാരണം ഞാനും ആനിമൽ ചേട്ടൻ തൊട്ടടുത്ത് നമ്മൾ താമസിച്ചതൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് ആശീർവാദിൻ്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ ദൃശ്യത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിൻ്റെ കൂടെയുള്ള യാത്ര വളരെ ഗുണപരമായി നടത്തുന്നു. ആശീർവാദിന് എല്ലാവരും ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ സിനിമ 25 വർഷം പൂർത്തിയാക്കുന്നു. ആ 25 വർഷത്തെ യാത്രയിൽ എനിക്കും ആശീർവാദിൻ്റെ കൂടെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ അഭിമാനമായി, ഒരു വലിയ സന്തോഷമായി കരുതുകയാണ്. ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലി മരിക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാൻ
ആകാംക്ഷയോടെ ഈ 2025 കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്നിവിടെ കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി. എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അടുത്ത റിലീസ് ചെയ്ത് തോന്നിയ എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ആശീർവാദിൻ്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിൻ്റെ ഈ 25ാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഈവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സിനിമ ആശീർവാദ് സിനിമ ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പ് സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതം പ്രൊഡ്യൂസറാവുന്നു. നരസിംഹ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിക്കില്ല. ലാലേട്ടനോടുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അങ്ങനെ അതിൻ്റെ ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പങ്കുവരിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിൻ്റെ പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചത് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തിലാണ് ആശീർവാദ് പ്രൊഡക്ഷൻ്റെ 25ാമത്തെ വാർഷികത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2ാമത്തെ സിനിമ വെളിപാടിൻ്റെ പുസ്തകം ലാലേട്ടനൊപ്പം, അതുപോലെ തന്നെ ജിമിക്കി കമ്മൽ സോങ് എല്ലാം നല്ലത് ആശീർവാദാണ്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചിങ് ആണ്. നിങ്ങളൊപ്പം തന്നെ ഞാനും പെട്ട വീട്ടിനുണ്ട് കാണാനായിട്ട്. ആശംസ. താങ്ക് യു. നമസ്കാരം. വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂർ. ഒത്തിരി വർഷം. അതുപോലെ ലാൽസാർ. ഈ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ അതിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ്. നീതിയിലും അത് ഒരുപാട് ആവർത്തിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ ആശംസകളും ആശീർവാദം എൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരിടും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരിൽ ശ്രീ മോഹൻലാൽ രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഇവിടെ ഒരു സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളും കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ടീസറിൻ്റെ
റിലീസിംഗുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. ഞാൻ നരസിംഹം എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമ നിർമ്മാണം തുടങ്ങുന്നത്. ഇനിയിപ്പോൾ 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിൻ്റെ കൂടെ ആൻഷേട്ടൻ നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്കുണ്ടായി. ആൻഷേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആശീർവാദിൻ്റെ ഈ 25-ാം വർഷത്തെ എല്ലാ ആശംസകളും.